إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ആ ആഗ്രഹം സഫലമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഒരു മാർഗം, അത് സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. പ്രവാചകരെ പറഞ്ഞേക്കണം, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. എന്നാൽ യൂഹാ ഇലയ്യ, എനിക്ക് അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്, ഒരാരാധ്യനാണ്. എന്നിട്ട് തൊട്ട് ശേഷം അല്ലാഹു പറഞ്ഞത് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവനോടൊപ്പം യാതൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, അത് ചെയ്യുക എന്നുള്ളത്. ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ഇബാദത്ത് അത് സൽക്കർമ്മമാകുന്നത് രണ്ട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ്, അഥവാ രണ്ട് നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് ഒരു കർമ്മം അത് സൽക്കർമ്മമാകുക. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പ്രവർത്തിക്കുന്നതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും അവരുടെ സ്വന്തത്തിന് തോന്നുന്നതോ, അതല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളോ, അതല്ലെങ്കിൽ തങ്ങളുടെ ശൈഖന്മാരോ കൽപ്പിക്കുന്നതോ നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ട്, സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു വരുന്നത് കാണാൻ സാധിക്കും. പല ആളുകളും അങ്ങനെയാണ്, പലരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, ഇന്നാലിന്ന ഹോജയാണല്ലോ അത് പറഞ്ഞിട്ടുള്ളത്,
അല്ലെങ്കിൽ ഇന്നാലിന്ന ശൈഖാണല്ലോ അത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരൊക്കെ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമോ, അതല്ലെങ്കിൽ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളയുമോ എന്നൊക്കെയാണ് അവർ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അത് തിരുത്തി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുൽ, പ്രവാചകരെ പറഞ്ഞേക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സനീന അഅമാല, നാളെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ? ഒരുപാട് ദുനിയാവിൽ അധ്വാനിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സൽക്കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി യാതൊരു ഉപകാരവും ചെയ്യാത്ത അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന വല്ല സഅയഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ ഈ ഐഹിക ജീവിതത്തിൽ അഥവാ ഈ ദുനിയാവിൽ ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും പ്രവർത്തിച്ച് വഴിപിഴച്ചു പോയവരാണ്. എങ്ങനെ? വഹും യുഹ്സിബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിച്ചത് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, തങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത് നല്ലതല്ലേ, നല്ലതാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ, നല്ല കാര്യമാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവർ അത് ചെയ്തിരുന്നത്. എന്നാൽ അല്ലാഹു പറഞ്ഞു, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടതിനെ നിഷേധിക്കുകയും ചെയ്ത ആളുകൾ, ഫഹബിതതു അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു, അവരുടെ കർമ്മങ്ങൾ ബാത്തിലായിരിക്കുന്നു. ഫലാ തുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക് യാതൊരു തൂക്കവും ഉണ്ടാകുകയില്ല, അവരുടെ സൽക്കർമ്മത്തിന് യാതൊരു ഭാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഈമാനോടുകൂടി, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച്, പ്രവാചകന്റെ ശരീഅ അനുസരിച്ചുകൊണ്ട് യഥാവിധി പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ പരിശ്രമം അത് ഫലവത്താകുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ആരെങ്കിലും പരലോകത്തെ ലക്ഷ്യം വെക്കുകയും വിശ്വാസിയായിരിക്കെ ആ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങൾ അത് നന്ദിപൂർവം സ്മരിക്കപ്പെടുന്നതാണ്, അതിന് നന്ദി അറിയിക്കപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതൊക്കെ പറഞ്ഞത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ഇന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിലകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന, നമ്മൾ കടന്നിട്ടുള്ള ആ ശഅബാൻ മാസത്തെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ നടക്കുന്ന ഓരോ വിശ്വാസ ആചാര കർമ്മങ്ങളെ കുറിച്ചും ഒരു താരതമ്യം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, അവന്റെ ബാധ്യതയാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും പ്രത്യേകത നൽകിയിട്ടുണ്ട്. മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾ പവിത്രമാണെന്നറിയാം നമുക്ക്. ഒന്ന് മുഹറമാണ്, ഇപ്പൊ കഴിഞ്ഞ റജബാണ്, കഴിഞ്ഞ മാസമാണ്, പിന്നെ ദുൽഖഅദും ദുൽഹിജ്ജയുമാണ്. അതോടൊപ്പം അതിനൊന്നുമില്ലാത്ത ചില പ്രത്യേകതകളും ചില മഹത്വങ്ങളും ഇനി നമ്മിലേക്ക് വരാനിരിക്കുന്ന റമളാനിന് കൂടി ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രത്യേകതകളും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നിലകൊള്ളുന്ന ഈ ശഅബാൻ മാസം, അതിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാത്തതുണ്ട്, അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു, ഇസ്ലാം എന്തു പഠിപ്പിക്കുന്നു, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ മാസത്തിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, ചില ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സ്വഹീഹായ നിലക്ക് അത് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്നുള്ളത് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം അഥവാ ശഅബാൻ, ഈ മാസത്തിലാണ് തുർഫഉൽ അഅമാൽ, അമലുകൾ ഉയർത്തപ്പെടുക.
ആരിലേക്ക്? ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ മാസമാണ് എന്നാണ്. തൊട്ടു താഴെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഹിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അഥവാ വർഷത്തിൽ ഒരു മാസമാണ് നമ്മുടെ കർമ്മം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. ആഴ്ചയിൽ 2 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞു തന്നു. യൗമുൽ ഖമീസും യൗമുൽ ഇസ്നൈനും, അഥവാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു മാസം, അതാണ് ശഅബാൻ. ശഅബാൻ മാസത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ആളുകൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധരാകുന്ന, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന, നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു മാസം കൂടിയാണ് ശഅബാൻ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മാസം റജബായിരുന്നു. അത് പവിത്രമായ മാസങ്ങളിൽപ്പെട്ട പവിത്ര മാസങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമായിരുന്നു റജബ്. ഇനി വരാനുള്ളത് ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റമളാനിനെയാണ്. അതിനൊരുപാട് സൽക്രമങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ള ആ റമളാനിനെയാണ്. അതുകൊണ്ട് തന്നെ റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ വരുന്ന ശഅബാനിനെ ആളുകൾ അവഗണിക്കുന്നു, ആളുകൾ നിസ്സാരമായി തള്ളിക്കളയുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹ്റുൻ, ആ മാസം അഥവാ ശഅബാൻ എന്ന് പറയുന്നത് യഹ്സുലു അൻഹു അക്സറൻ നാസി ബൈന റജബ് വ റമളാൻ, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ അധികം ആളുകൾ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അശ്രദ്ധരായി പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസം കൂടിയാണ് ശഅബാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ ശഅബാനിലാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. അതുകൊണ്ട് അതിന് മഹത്വമുണ്ട്. ആ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹത്വമുള്ള ശ്രേഷ്ഠതകൾ നമ്മളും എന്ത് ചെയ്യണം? അംഗീകരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. അതുകൊണ്ടാണ് ആളുകൾ അവഗണിച്ചു പോകുന്ന, ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പ് നോറ്റിരുന്ന ഒരു മാസമായിരുന്നു ശഅബാൻ എന്നുള്ളത് എന്നാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു, ശഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ശഅബാൻ മുഴുവനായും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാണ്. ഇതാണ് ഒരു റിവായത്ത്. ഇനി മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, വലം അറഹു സ്വായിമൻ മിൻ ശഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ശഅബാൻ മാസത്തിലെ നോമ്പിനേക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും അവിടുത്തെ നോമ്പുകാരനായി ഞാൻ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ശഅബാൻ മുഴുവനായും അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും, ഒരു മാസം പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അത് റമദാനിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാന യസൂമു ശഅബാന കുല്ലഹു എന്ന് പ്രയോഗിച്ചത്? മുഹദ്ദിസുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ്, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി, അദ്ദേഹം പറഞ്ഞു വബയാനു അന്ന ഖൗലഹാ കുല്ലഹു ഐ ഗാലിബഹു എന്നാണ്. അഥവാ ശഅബാനിലെ മിക്ക ദിവസങ്ങളിലും എന്നാണ്. ശഅബാൻ പൂർണ്ണമായി നോമ്പൊറ്റു പറഞ്ഞാൽ ശഅബാനിലെ 30 ദിവസവും 29 ദിവസവും നബി നോമ്പൊറ്റു എന്നല്ല, മറിച്ച് ശഅബാനിലെ അധിക ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അതാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശഅബാനിന്റെ അധിക ദിവസങ്ങൾ അഥവാ സുന്നത്ത് നോമ്പായിക്കൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, അതുപോലെ തന്നെ ഓരോ മാസത്തിലെയും 3 ദിവസങ്ങൾ അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന 13, 14, 15, അതല്ല അല്ലാത്ത രൂപത്തിൽ 3 ദിവസങ്ങൾ തുടർച്ചയായി ഒരു നോറ്റാൽ അതും കുഴപ്പമില്ല. അങ്ങനെ നോമ്പ് തോൽക്കാം എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ പകുതിയിലെ രാത്രിയിൽ
അഥവാ നമ്മൾ ഷഅബാൻ 15 എന്ന് പറയും. ആ രാത്രിയിൽ അള്ളാഹു അവന്റെ അടിയാറുകൾക്ക്, അവന്റെ അടിമകൾക്ക് അള്ളാഹു പാപമോചനം നൽകുന്ന ദിവസമാണത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട്. ഷഅബാൻ 15 അഥവാ ഷഅബാൻ പകുതിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക്, അടിയാറുകൾക്ക് പാപമോചനം നൽകും. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, രണ്ടാളുകൾക്കൊഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ 15 രാവിനെ അഥവാ ശഅബാൻ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിലേക്ക്, തന്റെ പടപ്പുകളിലേക്ക് അല്ലാഹു നോക്കും. എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിരിൻ, രണ്ടാളുകൾക്കൊഴികെ. അതാണ് രണ്ടാളുകൾ, ഒന്ന് മുശ്രിക്കാൻ, ഇല്ലാ ലിമുശ്രികിൻ, മുശ്രിക്കിന് അല്ലാഹു പുറത്തു കൊടുക്കൂല. രണ്ടാമത്തെ ആള് മുശാഹിരിൻ, മുശാഹിനും അല്ലാഹു പുറത്തു കൊടുക്കൂല. ആരാണ് മുശാഹിൻ? ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ട്, ആരാ മുശാഹിൻ? അൽ മുശാഹിനു ഹുവൽ മുആദി. മുശാഹിൻ എന്ന് പറഞ്ഞാൽ അവൻ ശത്രുതയും പകയും കൊണ്ട് നടക്കുന്നവനാണ്. അൽ മുആദി, ശത്രുതയും പകയുമുള്ളവനാണ് മുശാഹിൻ. അപ്പൊ ശത്രുതയും പകയുമുള്ള ആളുകൾക്ക് അള്ളാഹു ഒന്ന് പുറത്തു കൊടുക്കൂല, മുശ്രിക്കിനും അള്ളാഹു പുറത്തു കൊടുക്കൂല. വീണ്ടും പറഞ്ഞു ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അറാദ ബിൽ മുശാഹിനി ഹാഹുനാ സ്വാഹിബൽ ബിദ്അത്തിൽ മുഫാരിഖു ലിജമാഅത്തിൽ ഉമ്മ. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറയാണ്, എന്താ പറഞ്ഞത്? മുശാഹിൻ എന്ന് പറഞ്ഞാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഉദ്ദേശം റസൂലുള്ളാഹി പറഞ്ഞ മുശാഹിനും മുശ്രിക്കിനും പറഞ്ഞു കൊടുക്കൂല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ബിദ്അത്തുകാരനാണ് അവൻ എന്നാണ്. മുസ്ലിമിന്റെ ഉമ്മത്ത്, അതാണ് ജമാഅത്തുൽ മുസ്ലിമ. ആ ഉമ്മത്തുൽ മുസ്ലിമ, ആ മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്ന് ഭിന്നിച്ച് ബിദ്അത്തുകളുമായി കൊണ്ട്, അനാചാരങ്ങളുമായി കൊണ്ട് വേറിട്ട് നിൽക്കുന്നവനാണ് അവനും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ താല്പര്യം എന്നാണ്. അതുകൊണ്ട് പകയും ശത്രുതയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അല്ലെ, തന്റെ സഹോദരനോട്, അത് വിശ്വാസിയായ അല്ലെങ്കിൽ മുസ്ലിമായ തന്റെ സഹോദരനോട് പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കൂല. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, നേർച്ച നേരുന്ന, ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യനും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കൂടി കാണാം. ഇന്നല്ലാഹ യത്തലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയുടെ രാവിൽ അഥവാ 15ാമത്തെ രാവിൽ തന്റെ അടിയാറുകളിലേക്ക് അല്ലാഹു നോക്കും. അല്ലാഹു തന്റെ അടിമകളിലേക്ക് നോക്കും. എന്നിട്ടോ ഫയഗ്ഫിറു ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വനുംലി ലിൽ കാഫിരീൻ, അവിശ്വാസികളായ ആളുകൾക്ക്, കാഫിറുകളായ ആളുകൾക്ക് അവരുടെ അവധി അല്ലാഹു നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വയദഉ അഹ്ലൽ ഹിഖ്ദി ബിഹിഖ്ദിഹിം ഹത്താ യദഊഹു. അഹ്ലുൽ ഹിഖ്ദ് അഥവാ പകയുള്ള ആളുകൾ, ആ പകയുള്ള ആളുകൾ, പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ, ആ പകയും വിദ്വേഷവും അവർ ഉപേക്ഷിക്കുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കാതെ അവരെ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ്. വയദഉ, അല്ലാഹു ഉപേക്ഷിക്കും, അല്ലാഹു ഒഴിവാക്കും. അഹ്ലൽ ഹിഖ്ദി, പകയും വിദ്വേഷവുമുള്ള മനുഷ്യന്മാരെ, ബിഹിഖ്ദിഹിം, അവരുടെ ആ പകയോടെ തന്നെ, ഹത്താ യദഊഹു, അവർ അത് ഒഴിവാക്കുന്നത് വരെ, ഉപേക്ഷിക്കുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ പകയും വിദ്വേഷവും ഇല്ലാത്ത, മുശ്രിക്കല്ലാത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ശഅബാൻ 15 എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാ. കാഫിറുകൾക്ക് അവരുടെ അവധി നീട്ടിയിട്ട് കൊടുക്കപ്പെടുമെന്നാണ്. ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ശഅബാൻ മാസത്തിലെ 15ാമത്തെ ദിവസത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനത്തെ ഒരു കാര്യം കൂടി, 5ാമതൊരു കാര്യം കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ശഅബാൻ എന്നുള്ളത്. പലപ്പോഴും
ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ റജബിന് പ്രാധാന്യം കാണും. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന റമദാനിനും ആ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി കൊടുക്കാൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബീ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു സമിഅ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അദ്ദേഹം കേട്ടു. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ തഖൂൽ? അവർ പറയുന്നത് നമ്മുടെ ഉമ്മ പറയാ അഹബ്ബു റസൂലുള്ളാഹി പറയാ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യസൂമഹു ശഅബാന ബൽ കാന യസിലുഹു ബി റമളാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസം അത് ശഅബാൻ മാസമായിരുന്നു. എന്തിനാണത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനെ തുടർത്തിക്കൊണ്ട് റമദാനിലേക്ക് ആ മാസത്തെ ചേർക്കുമെന്നാണ്. അഥവാ നോമ്പ് റമദാനിന് മുമ്പ് തന്നെ റമദാൻ വരുന്നതിനുമുള്ള ഒരു ഒരുക്കം, ഒരു തയ്യാറെടുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ നടത്തും. കാരണം ശഅബാനിൽ നോമ്പ് വെച്ചിട്ട്, കാരണം ഇനി വരാനിരിക്കുന്നത് റമദാനാണ്. ആ റമദാനിലേക്ക് ചേർത്തിക്കൊണ്ട് ശഅബാനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അതിനോടൊരു ഇഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠതയും പവിത്രതയും ഈ മാസത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ഈ മാസത്തിന് ആ പരിഗണനയും മഹത്വവും വിശ്വാസികളായ നാം ഓരോരുത്തരും നൽകുകയും ആ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് റമളാനിലേക്കുള്ള തയ്യാറെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഈ മാസത്തിൽ നമ്മൾ നടത്തുകയും ചെയ്യുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.